വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഒരു ജേർണലിസ്റ്റ് കൃത്യമായ കാര്യങ്ങളാൽ ചോദ്യം ചെയ്തപ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയ മനുഷ്യൻ ഇന്ന് രാവിലെ വന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറയാം അവൻ പറയുന്നുണ്ടെങ്കിൽ എത്രമേൽ മോശമാണ് സംസാരം. മലപ്പുറം പോലെ മനോഹരമായ ഏത് ജില്ലയാണ് നമ്മുടെ കേരളത്തിലുള്ളത്? അത്രമേൽ ഐക്യമുള്ള, അത്രമേൽ പാരസ്പര്യത്തിന്റെ മനോഹാരിതയുടെ ഏറ്റവും വലിയ സുന്ദരമായ കാഴ്ചയുള്ള ആ മലപ്പുറം, അവിടെയല്ലേ മമ്പുറന്നങ്ങളും കോന്തുനായരും ജീവിച്ചത്? അപ്പോ ആ പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ ഒരു തുടക്കം മുതൽക്ക് തന്നെ സമയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സമയം അത് പ്രപഞ്ചോൽപത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രകാരന്മാരിൽ പ്രഗത്ഭനായ സ്റ്റീഫൻ ഹോക്കിങ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് തന്നെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, സമയത്തിന്റെ സംക്ഷിപ്ത ചരിത്രം എന്നാണ്. സമയത്തിന്റെ ചരിത്രം എന്നാണ് അദ്ദേഹം ഈ അണ്ടകടാഹങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന പുസ്തകത്തിന്റെ ടൈറ്റിൽ കൊടുത്തത് തന്നെ. പ്രപഞ്ചത്തിന്റെ തുടക്കം ആ സമയത്തിന്റെ ഏറ്റവും കുറഞ്ഞ നിമിഷത്തിൽ നിന്നാണ്. നിമിഷം എന്നൊന്നും പറയാൻ പറ്റൂല, നിമിഷം എന്നൊന്നും അതിനെ വിശേഷിപ്പിക്കാൻ പറ്റൂല. അതിന് ഇൻഫിനിറ്റി സിംഗുലാരിറ്റി എന്നാണ് പറയാ. ഇൻഫിനിറ്റി സിംഗുലാരിറ്റി, പൂജ്യത്തിനുമൊക്കെ താഴെ നമുക്കൊന്ന് എടുത്തു വിശേഷിപ്പിക്കാൻ പറ്റാത്ത ഒരു സംഗതിയിൽ നിന്ന് ഇല്ലേ ഒരു സമയം. ആ സമയം ഇത്ര എന്ന് പറയാൻ പറ്റൂല. ഒരു നിമിഷം, അല്ലെങ്കിൽ ഒരു നിമിഷാർദ്ധം, അല്ലെങ്കിൽ അർദ്ധ നിമിഷം, അല്ല, അതിനൊക്കെ താഴെ. അങ്ങനെ ഒന്നിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ തുടക്കമുണ്ടാകുന്നത്. അതിന് ആധുനികരായ ശാസ്ത്രകാരന്മാര് ബിഗ് ബാങ് തിയറി എന്ന് പേര് വെച്ചു. ബിഗ് ബാങ്, ഒരു വലിയ പൊട്ടിത്തെറിയിലൂടെയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ മനോഹരമായ ചില ആയത്തുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ ബിഗ് ബാങ് തിയറി ഒന്നും ഇസ്ലാമിന് അന്യമല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയാണ്. സൂറത്ത് അംബിയായിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അവലം യറല്ലദീന കഫറൂ അന്നസ്സമാവാതി വൽ അർദ് കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ. ആകാശഭൂമിയൊക്കെ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് ഒരു മൂലകമായി നിൽക്കുകയായിരുന്നു എന്നാണ്. ആദ്യകാലത്ത് ആകാശവും ഭൂമിയൊക്കെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു മൂലകം പോലെയായിരുന്നു. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അത് ഒരു വാതക പടലമായിരുന്നു. അപ്പൊ ഇതിനെ പൊട്ടിത്തെറിപ്പിച്ച അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ ആ സമയത്തെ തന്നെ സത്യം ചെയ്ത് അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ പ്രപഞ്ചം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. സ്റ്റീഫൻ ഹോക്കിങ് തന്നെ പറയുന്നുണ്ട്, ഈ പ്രപഞ്ചം അതിന്റെ വിശാലതയിലേക്ക് നോക്കുമ്പോൾ അതിങ്ങനെ അറ്റമില്ലാത്ത വണ്ണം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. മൾട്ടിവേഴ്സ്, ആധുനികരായ പല ആളുകളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. മൾട്ടിവേഴ്സ് എന്ന് പറയുന്ന സംഗതി ഒരു ഹൈപ്പോതെറ്റിക്കലായിട്ട് പറയുകയാണെങ്കിലും അങ്ങനെ ഒരു സാധ്യത അവർ വിശദീകരിക്കുമ്പോൾ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവര് തഫ്സീർ പറഞ്ഞു വെക്കുമ്പോൾ ഒരു സന്ദേഹം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഈ ലോകം മാത്രാണോ? ഇനി വേറൊരു ലോകമുണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലമീൻ എന്ന പദത്തെ വിശദീകരിച്ചുകൊണ്ട് റാസിമാമൊക്കെ പറയുന്നത് കാണാം. റബ്ബുൽ ആലം, ഒരു ലോകത്തിന്റെ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ നാഥൻ എന്നതിനപ്പുറം ആലമീൻ, ലോകങ്ങൾ എന്ന ആലമീന്റെ ബഹുവചനത്തിലേക്ക് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആലം എന്നതിന്റെ ബഹുവചനത്തിലേക്ക് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിനപ്പുറം വേറെ ലോകമുണ്ടോ? ഒരുപാട് ലോകങ്ങളുണ്ടോ? അങ്ങനെ ഒരു സന്ദേഹം കുറിച്ചു വെക്കുന്നുണ്ട് മഹാനായ ഇമാം ഫഹ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. ആധുനിക ശാസ്ത്രം പോലും അതിന് അന്യമല്ല എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ ഹോക്കിങ് പറഞ്ഞ ആ ഭാഗം, ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം ഒരു ബിഗ് ബാങ്ങിലൂടെയാണ്. ആ ബിഗ് ബാങ് സംഭവിക്കുന്ന ഒരു നിമിഷം അല്ല, അർദ്ധ നിമിഷം അല്ല, വളരെ സങ്കീർണമെന്ന് പറയുന്ന, എടുത്തു പറയാൻ പോലും പറ്റാത്ത ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. പ്രപഞ്ചം എന്നുണ്ടോ അന്ന് തുടങ്ങി സമയവുമുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, യൗമ ഖലഖസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ച സമയം. യൗമ് എന്ന പദം ഒരിക്കലും നമ്മൾ ഖുർആനിനെ നമുക്ക് പരിഭാഷ കൊണ്ട് അളക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. യൗം എന്നതിന് തന്നെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളായിരിക്കും. ഒരു സൂറത്തിൽ ഒരു ദിവസം എന്നായിരിക്കും അർത്ഥം, മറ്റേ സൂറത്തിൽ യൗം എന്ന പദത്തിന് ചിലപ്പോൾ ഒരു നിമിഷം എന്നായിരിക്കും അർത്ഥം. അങ്ങനെയൊക്കെ നിമിഷാർദ്ധം എന്നൊക്കെ പോലും യൗം എന്ന പദത്തിന് അർത്ഥമുണ്ട്. അപ്പൊ ആകാശഭൂമികളെ അള്ളാഹു പടച്ച നിമിഷം, ആകാശത്തിലെ സമയമല്ല മറ്റു പലയിടങ്ങളിലെയും, ഭൂമിയിലെ സമയമല്ല ചൊവ്വയിലുള്ളത്, ചൊവ്വയിലെ സമയമല്ല ജൂപ്പിറ്ററിലുള്ളത്. മഹ്ശറിനെ കുറിച്ച് അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്, മിഖ്ദാറുഹു 50 എന്ന് പറഞ്ഞത് 50,000 കൊല്ലാണ് മഹ്ശറിലെ ഒരു ദിവസം എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ദിവസം ഭൂമിയിലെ 50,000 കൊല്ലത്തിന് സമാനമാണെന്നാണ്. 50,000 വർഷം
അത്രമേൽ ദൈർഘ്യമുണ്ട് ആ മഹ്ശറിലെ ഒരു ദിവസത്തിന് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് നമുക്ക് ഖുർആൻ ഓതി തരുന്നുണ്ട്. നമ്മൾ സൂറത്ത് യാസീനിൽ ഓതുന്ന ഒരു ആയത്തില്ലേ, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഇതൊന്നും അറിയാതെ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരുണ്ട്. അവരിങ്ങനെ എഴുന്നേറ്റ് വരാൻ ആലമുൽ ഹശ്റിലേക്ക് എഴുന്നേറ്റ് വരുമ്പോ അവർ ചോദിക്കുന്നുണ്ട്, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ആരാണ് ഞങ്ങളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്? ഉറക്കമുറങ്ങിയതുപോലെയാണ് അവർക്കത് അനുഭവപ്പെടുക. അത്രമേൽ നിസാരമായ സമയമായിട്ടാണ് അവർക്കത് അനുഭവപ്പെടുക. നമുക്കോ അത്രമേൽ ദൈർഘ്യമുണ്ട് ഖിയാമത്തിലേക്ക്, അത്രമേൽ ദൈർഘ്യമുണ്ട്. അതാണ് പലയിടങ്ങളിലും ബൈ ദ ടൈം, സമയം തന്നെ സത്യം എന്ന് അല്ലാഹു പറയാൻ കാരണം. യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ആ സമയത്തെ നമുക്ക് വലിച്ചു നീട്ടാനും ചുരുക്കാനും ഒക്കെ പറ്റുന്നതാണ്. മോഡേൺ സയൻസ് തന്നെ ചിലയിടങ്ങളിൽ ഹൈപ്പോത്തറ്റിക്കലായി തന്നെ അത്തരം കാര്യങ്ങളെ പരാമർശിക്കുന്നുണ്ട്. ഇപ്പോ സൂറത്ത് ഇസ്രായിൽ കാണാമല്ലോ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലാ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗല. കുറച്ച് നിമിഷാർദ്ധം കൊണ്ട് ആകാശലോകങ്ങളിലെ ഭൂമി ലോകത്തെ മുഴുവൻ അത്ഭുതങ്ങളെയും ഒരുപാട് അത്ഭുതങ്ങളെ കാണിച്ച് തിരിച്ചെത്തിച്ചിട്ടുണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ അടിമയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അത്രമേൽ സമയത്തിലുള്ള വ്യത്യസ്തതകൾ ഉണ്ട് എന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആയിഷ ബീവി പറയുന്നുണ്ട്, ആ രാത്രിയിൽ മുത്തുനബി കിടന്നിട്ട് എഴുന്നേറ്റ് പോകുന്ന ആ ഭാഗത്ത് ഒരു മനുഷ്യൻ കിടന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ചൂടുണ്ടാവുമല്ലോ, ആ ചൂടാറുന്നതിന് മുമ്പ് റസൂലുള്ളാഹി തിരിച്ചെത്തിയിട്ടുണ്ട്. കിടന്നിട്ട് ആ ചൂടാറിയിട്ടില്ല. അപ്പൊ ഇതെങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്തെ നിയന്ത്രിക്കുന്ന ഒരു നിയന്താവുണ്ട് എന്ന് പഠിപ്പിക്കണം അല്ലാഹ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി, അങ്ങനെ ഒരു തമ്പുരാനുണ്ട്. ആ തമ്പുരാനാണ് മുഴുവൻ പരിശുദ്ധിയും. സുബ്ഹാന, അവനാണ് സമയത്തെ നിയന്ത്രിക്കുന്നവൻ. അതുകൊണ്ട് തന്നെ അല്ലാഹ് പറയുന്നുണ്ട്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. വൽ അസ്ർ, ബൈ ദ ടൈം, സമയം തന്നെ സത്യം. ആ സമയത്തെ സത്യം ചെയ്ത് അല്ലാഹ് പറയുന്നത് എന്താണ്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ പരാജിതനാണ്. എങ്ങനെയുള്ള മനുഷ്യൻ? ഈ സമയത്തെ പരിഗണിക്കാതെ, ഇത്രമേൽ സമയം അവന് ലഭിച്ചിട്ടും അതിനെ നെവർ മൈൻഡ് ചെയ്ത് നടക്കുന്ന മനുഷ്യ, നീ പരാജയത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, ഈമാൻ ലഭിക്കാത്ത, ഈമാൻ കൃത്യമാക്കി അമല് ചെയ്ത ആളുകൾ ഒഴികെ അവർക്ക് വിജയമുണ്ട് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലെ, ഇപ്പൊ 2025 കഴിഞ്ഞ് 26 കടക്കുമ്പോ ഈ പ്രപഞ്ചത്തിന്റെ യാത്രയിൽ ഒരു മഴത്തുള്ളിക്ക് അത്രമേൽ പോലും സമാനത പറയാൻ പറ്റാത്ത ആ യാത്രയുടെ ഭാഗമായി നിൽക്കുന്ന മനുഷ്യ. അല്ലേ, ഒരു പഴയ ഹിന്ദി പാട്ടില് ആദ്മി മുസാഫിർ ഹേ ആതാ ഹേ ജാതാ ഹേ, മനുഷ്യനൊരു വഴിയാത്രക്കാരനെ പോലെ അവന് വരുന്നുണ്ട് പോകുന്നുണ്ട്. 80 കാലങ്ങളിലൊക്കെ ഹിറ്റായ ഒരു പാട്ടായിരുന്നു. ആദ്മി മുസാഫിർ ഹേ, അവനൊരു യാത്രക്കാരനാണ് മനുഷ്യൻ. ആതാ ഹേ ജാതാ ഹേ, വരുന്നുണ്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? യുധിഷ്ഠിരനോട് മൃത്യു ചോദിക്കുന്നുണ്ട്, അല്ലയോ യുധിഷ്ഠിര, അങ്ങ് ഈ ലോകത്ത് കണ്ട ഏറ്റവും വലിയ അത്ഭുത പ്രതിഭാസം എന്താണ്? അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, അഹന്നി ഭൂതാനി കച്ചന്തിഹയമാലയം ശേഷാഹസ്ഥാവരമിച്ചന്തി കിമാശ്ചര്യമദപരം. അദ്ദേഹം പറയാണ്, ഓരോ ദിവസവും മനുഷ്യന്മാരും ജീവജാലങ്ങളൊക്കെ ഇങ്ങനെ മരിച്ചൊടുങ്ങുന്നുണ്ട്. എന്നിട്ടും ഈ ഭൗതിക മേഖലയിൽ, ഈ ദുനിയാവിൽ തന്നെ കാലാകാലം ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ അതിശയം അവരായി ഞാൻ അത്ഭുതപ്പെടുകയാണ്, ഞാൻ അവരാണെന്ന് മനസ്സിലാക്കുകയാണെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു വെക്കുമ്പോ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾ പറയാ, നിങ്ങൾ ഒരു റോഡ് മുറിച്ച് കിടക്കുന്ന ആളെ പോലെയാണെന്ന്. റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേഗത്തിൽ കിടക്കേണ്ടി വരും. അടുത്ത വണ്ടി വരുന്നതിന് മുമ്പ് വേഗത്തിൽ കിടക്കണം. അത്രമേൽ വളരെ പെട്ടെന്ന് ഒരു ലോകത്ത് നിന്ന് അടുത്ത ലോകത്തേക്ക് പ്രയാണം ചെയ്യേണ്ടവരാണ് നിങ്ങൾ. അതുകൊണ്ട് ബൈ ദ ടൈം, സമയത്തെ തന്നെ സത്യം, ആ സമയത്തെ സൂക്ഷിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ മഹാപ്രപഞ്ചത്തിലെ സമയത്തെക്കുറിച്ച് പോലും ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, ഇതൊരു ഇല്യൂഷൻ, ഒരു മിഥ്യാധാരണ പോലെയാണ്. അല്ലെ, പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്,
ഭാവി, ഭൂതം, വർത്തമാനം എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു ഇല്യൂഷൻ പോലെ, ഒരു മിഥ്യാഭാവം പോലെയാണ് അത് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ, ഫാമിലി ഫ്രണ്ടും കൂടെയാണ്, അദ്ദേഹം മരണപ്പെട്ട സമയത്ത് അദ്ദേഹം ഒരു അനുശോചനം എഴുതുന്നുണ്ട്. അതിങ്ങനെയാണ്: ഹി ഹാസ് ഡിപ്പാർട്ടഡ് ഫ്രം ദി സ്ട്രേഞ്ച് വേൾഡ് എ ലിറ്റിൽ എഹർ ഓഫ് മീ. ഞാൻ പോകുന്നതിന് മുമ്പ് കുറച്ചു നേരത്തെ ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് പോയിട്ടേ ഉള്ളൂ, ഞാൻ പിന്നാലെ ഉണ്ട്. ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് പറഞ്ഞു വെക്കുന്നത്. ഈ ശാസ്ത്രകാരന്മാര് പോലും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഈ സത്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തേ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്? ഇത് ജസ്റ്റ് ഒരു ഇല്യൂഷൻ. ഈ കഴിഞ്ഞ കാലം, നിൽക്കുന്ന കാലം, വരാനിരിക്കുന്ന കാലം എന്നൊക്കെ പറയുന്നത് ഒരു മിഥ്യ പോലെ കടന്നുപോകും. അത്രമേൽ വളരെ ലളിതമായ നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ലോകത്തിനപ്പുറം ഒരു മഹാലോകം കടന്നു വരാനുണ്ട് എന്നുള്ള ബോധ്യം എനിക്കെന്തേ ഇല്ലാതെ പോയിന്ന്. ഈ അനന്തമായ ലോകത്തിൽ എപ്പോഴും ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമെന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുന്നുണ്ടെങ്കിൽ എത്ര വലിയ അബദ്ധമാണ്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു വിശേഷിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് പറയുന്നുണ്ട്, നമ്മൾ വ്യത്യസ്തമായ ലോകങ്ങളിലൂടെ യാത്ര ചെയ്തവരാണ്. ആദ്യം നമ്മൾ ഉണ്ടായിരുന്നത് ആലമുൽ അർവാഹിലാണ്, ആത്മാക്കളുടെ ലോകം. ഇപ്പോ നമ്മൾ ഉള്ളത് ആലമു ഷഹാദയിലാണ്. ഇനി നമ്മൾ പോകുന്നത് ആലമുൽ ബർസഖിലാണ്. ഇനി അവിടുന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ആലമുൽ ഹശ്റിലേക്കാണ്. അവിടുന്ന് നമ്മൾ പോകുന്നത് ആലമുൽ ആഖിറയിലേക്കാണ്. ഈ ലോകങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ഈ ആലമു ഷഹാദ എന്ന ദുനിയാവ് മാത്രമേ ഉള്ളൂ എന്ന മിഥ്യാധാരണയിൽ നിൽക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ തോറ്റൂലേ? ആലമുൽ ബർസഖിൽ വെച്ച്, ആത്മാക്കളുടെ ലോകത്ത് വെച്ച് നമ്മൾ പരസ്പരം കണ്ടിട്ടുണ്ട്. അൽഅർവാഹു ജുനൂദും മുജന്നദ, അല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീന്റെ ആ പട്ടാളമായി നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ നമുക്കിടയിൽ കുറെ ആളുകൾക്കിടയിൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചില ആളുകളെ കാണുമ്പോൾ അവനോട് എന്തോ ഒരു ബന്ധം എനിക്ക് തോന്നുന്നുണ്ടല്ലോ, എപ്പോഴോ കണ്ട ഒരു പരിചയം. കണ്ടിട്ടുണ്ടാവൂല, ഫസ്റ്റ് ടൈമാണ്, പക്ഷെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടാവും? ആത്മാക്കളുടെ ലോകത്ത് വെച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ ബന്ധങ്ങളുടെ പുതുക്കലാണ് ഈ ദുനിയാവിൽ സംഭവിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നില്ലേ സയ്യിദുനാ റസൂലുള്ളാഹ് അവിടുത്തെ ഹദീസുകളിലൂടെ ഇമാമിങ്ങൾ? നമ്മൾ ആത്മാക്കളുടെ ലോകത്ത് വെച്ച് അള്ളാഹിനോട് സത്യം ചെയ്ത ഒരു കരാറുണ്ട്. അള്ളാഹ് ചോദിക്കാണ്, മക്കളെ, അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ രക്ഷിതാവ്? ബലാ യാ റബ്ബന, ബല, തീർച്ചയായും സത്യം തന്നെ, നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ്. ഈ ബോധ്യത്തിൽ അള്ളാഹിനോട് സത്യം ചെയ്ത് കരാറ് ചെയ്തവരാണ് ആര്? ആത്മാക്കളുടെ ലോകത്ത് വെച്ച് നമ്മളെല്ലാവരും, മുഴുവൻ സൃഷ്ടിജാലങ്ങളും. എന്നിട്ട് ആലമു ഷഹാദയിലേക്ക്, ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നമ്മൾ വരുമ്പോ, അതാണ് ഹബീബായ തങ്ങൾ പറയുന്നത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണെന്ന് പറഞ്ഞാൽ, ഈ റബ്ബിനെ അംഗീകരിക്കാൻ മാത്രം ശുദ്ധമായ പ്രകൃതിയിലാണ് പടച്ചോൻ ഇങ്ങോട്ട് പടച്ചു വിട്ടത്. എന്നിട്ട് അവരെ ആ ഭാഗത്ത് നിന്ന് വഴിതെറ്റിക്കുന്നത് മാതാപിതാക്കളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹിനെ തിരിച്ചറിയാനാണ് ഈ ആലമു ഷഹാദയിലേക്ക് നമ്മളെ പറഞ്ഞയച്ചത്. ഈ ലോകങ്ങളൊക്കെ പടച്ചത് നമുക്ക് വേണ്ടിയാണ്. ഇതൊക്കെ കാണുമ്പോഴും എൻ്റെ റബ്ബിന്റെ സൃഷ്ടി, എൻ്റെ റബ്ബിന്റെ സൃഷ്ടി, എൻ്റെ റബ്ബ് എന്നുള്ള ബോധ്യത്തിലേക്ക് എത്താതെ നമ്മൾ ആലമുൽ ബർസഖിലേക്ക് പോകാൻ നേരം ഖുർആൻ പറയുന്നുണ്ട്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. എന്തൊരു വർച്ചാനാണ്! നമ്മൾ ഇത്ര നാൾ തിരിച്ചറിഞ്ഞ ഒരു റബ്ബുണ്ട്. അതായത് ഇപ്പൊ എന്റെ റബ്ബാരാന്ന് വെച്ചാൽ അള്ളാന്നൊക്കെ പറയും, പക്ഷെ പ്രതിസന്ധി ഘട്ടം വരുമ്പോ എന്റെ കയ്യിൽ പൈസ ഉണ്ട്, എന്റെ റബ്ബ് പണമായി മാറി. എനിക്കെന്റെ പാർട്ടിയുണ്ട്, എന്റെ റബ്ബ് എന്റെ പാർട്ടിയായി മാറി. എനിക്കെന്റെ സംഘടനാ ബലമുണ്ട്, എന്റെ റബ്ബ് എന്റെ സംഘടനയായി മാറി. അപ്പോഴൊന്നും നിന്റെ റബ്ബിനെ ഓർക്കാതെ മരണവേളയിൽ നീ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. റബ്ബി, എന്റെ നാഥ, ഒരു സെക്കൻഡ്, ഒരു നിമിഷാർദ്ധം എനിക്ക് മടക്കി തരാമോ? ഞാൻ എന്റെ മുഴുവൻ സമ്പാദ്യവും, ഞാൻ എന്തെല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് എന്റേതാണെന്ന് പറഞ്ഞ് ഞാൻ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടോ, അത് മുഴുവൻ നിനക്ക് തന്നേക്കാം പഠിച്ചോനെ. നിന്റേതാണത്, നിനക്ക് തന്നേക്കാം. കാരണം നീയാണ് എന്റെ റബ്ബ്, എന്റെ സമ്പത്തിന്റെ റബ്ബ്, എന്റെ മക്കളുടെ റബ്ബ്, എന്റെ ഭാര്യയുടെ റബ്ബ്. ഞാൻ ഉണ്ടാക്കിയത് എന്തൊക്കെയുണ്ടോ അതൊക്കെ മിഥ്യാധാരണയാണെന്ന് തെളിയിച്ച എല്ലാത്തിന്റെയും നാഥനായ നീ തന്നെയാണ് റബ്ബ്. ഒരു നിമിഷം തരാവോ അല്ലാ, ഒരു നിമിഷം. ആ തിരിച്ചറിവ് പക്ഷേ കല്ലാ, സമയം കടന്നുപോയിട്ടുണ്ട്. നിനക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് ആലമു ഷഹാദയിലേക്ക് പടച്ചോൻ ആലമുൽ അർവാഹിൽ നിന്ന് നിന്നെ എത്തിച്ചത്. പക്ഷെ നീ തിരിച്ചറിഞ്ഞില്ല. ആ കരാറിനെ കുറിച്ചൊരു ബോധ്യം പോലും നിനക്ക് വന്നില്ല. ഉണർത്താൻ പല ഷാഹിദുകളെയും നിന്റെ അടുക്കലേക്ക് അള്ളാഹു പറഞ്ഞയച്ചിട്ട് അത് കേട്ടിട്ട് നീ ചെവിക്കൊണ്ടില്ല. നീ എന്നിട്ടിങ്ങനെ ആർപ്പ് വിളിച്ച് ജീവിക്കുകയാ. എത്ര നാള് ജീവിക്കും?
ബൈ ദ ടൈം വൽ അസ്ർ, ആ കാലം ഓർത്തു വെച്ചോ. അതിനെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, പരാജയപ്പെട്ടു പോകുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അതുകൊണ്ട് ഈ 2025 2026 കടക്കുമ്പോ ഈ കഴിഞ്ഞുപോയ രാത്രിയിൽ എന്തെല്ലാം കോലാഹലങ്ങൾ ഈ എറണാകുളം ജില്ലയിൽ സംഭവിച്ചു. എവിടെയൊക്കെ പപ്പാഞ്ഞിയെ കത്തിച്ചു. അത് കത്തിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന പേക്കൂച്ചികൾ ആ രാത്രിയെ നിങ്ങൾ ഹയാത്താക്കിയത് എങ്ങനെയാണ്? ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ, അള്ളാഹുവിന്റെ റഹ്മത്തിറങ്ങുന്ന രാത്രിയിൽ മോനെ ഒരു മണിക്കൂർ പള്ളിയിൽ വന്നിരിക്കണം എന്ന് പറയുമ്പോ എനിക്ക് ഉറങ്ങണം, എനിക്ക് നാളെ ജോലിക്ക് പോകണം, പറ്റൂല എന്ന് പറയുന്ന ചെറുപ്പക്കാരാ അവിടെ പോയി പപ്പാഞ്ഞി കത്തിക്കലിന് തുള്ളാൻ, അന്യ പെണ്ണിനോടൊപ്പം നിന്ന് ചാടാൻ നിന്നെ അനുവദിച്ചത് ഏത് മനസ്സാണ് മോനെ? നീ എവിടെയാ നിൽക്കുന്നത്? നിന്നോടല്ല പറയുന്നുണ്ട് വൽ അസ്ർ, സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ, സമയത്ത് സൂക്ഷിക്കണം. ഞാനതിൻ്റെ ഇടയിൽ പെട്ടുപോയിട്ടുണ്ട്. രസകരമായ ചില അനുഭവങ്ങളൊക്കെ എനിക്ക് അതിൻ്റെ ഇടയിലുണ്ടായി. ഈ ആഴ്ച എൻ്റെ പ്രിയപ്പെട്ടവരുടെ അനുജത്തിയുടെ നിക്കാഹാണ്. അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് രാത്രിയല്ല ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. തിരിച്ചു വരുമ്പോഴത്തേക്ക് രാത്രി 11 മണിയാണ്. നമ്മുടെ പടമുകൾ ജംഗ്ഷനിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് എത്താൻ ആ സമയത്ത് 10 മിനിറ്റ് മതി, 2-2.5 മണിക്കൂർ ബ്ലോക്കിന്റെ അകത്ത്. അപ്പോ ഈ ഡോറൊന്നിങ്ങനെ ഗ്ലാസ് ഒന്ന് താത്തി നോക്കുമ്പോൾ ചില പിള്ളേര് പറയുന്നുണ്ട്, ദേ ഉസ്താദൊക്കെ ഉണ്ട് പപ്പാഞ്ഞിനെ കത്തിക്കണതാണ് എന്നെ. അതിൻ്റെ ഇടയിൽ നമ്മളും പെട്ടുപോയിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോ എന്താ, നമ്മുടെ കുട്ടികളും തട്ടമിട്ട് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ബാക്കിൽ അള്ളിപ്പിടിച്ചിരുന്ന് പോകുന്നുണ്ട് ഈ ഡാൻസ് കളിക്കാനൊക്കെ. എല്ലാ പേക്കൂത്തിനും നമ്മളുണ്ട്. ഒരു ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ മോനെ 1 മണിക്കൂർ പോകാനും അല്ലാഹ് കാരുണ്യവാനാണ്. അപ്പൊ നമുക്ക് അള്ളാന്റെ കാരുണ്യമൊക്കെ ഓർമ്മ വരും. സൂക്ഷിക്കണ്ടേ. അതാണ് ഡോക്ടർ ഐൻസ്റ്റൈൻ പോലും പറഞ്ഞു വെച്ചത്, ഇതൊരു ഇല്യൂഷനാണ് കേട്ടോ, ഇതൊരു ഇല്യൂഷനാണ്. അവന്റെ പിന്നാലെ ഞാനും പോകേണ്ടതാണ്. ഈ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണ്ടേ. അതുകൊണ്ട് തന്നെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്, 5 കാര്യങ്ങൾ വരുന്നതിന് മുൻപ് 5 കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒന്നെന്താ? ശബാബക ഖബ്ല ഹറമിക്, നിനക്ക് വയസ്സാകുന്നതിന് മുൻപ് നിന്റെ ആരോഗ്യം, ആ ആരോഗ്യത്തെ നീ സംരക്ഷിക്കണം, ആരോഗ്യത്തെ സൂക്ഷിക്കണം, അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിക്കണം. നിന്റെ യുവത്വം ഉണ്ടല്ലോ, നിന്റെ യുവത്വത്തെ അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിക്കണം. ഇന്ന് ഒരുപാട് ചെറുപ്പക്കാര് മാഷാ അല്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിലും ബഹുഭൂരിഭാഗവും ഒഴുക്കിനൊപ്പം നീന്തുന്ന ചണ്ടി ചവറുകളായി പോകുന്നതിൽ വലിയ സങ്കടമുണ്ട്. ഒഴുക്കിനെതിരെ നീന്താൻ പഠിപ്പിച്ച മതമാണ് അള്ളാന്റെ മതം. അതങ്ങനെ അങ്ങോട്ട് ഒഴുകിക്കോട്ടെ, അങ്ങനെ പോരാ. ഒഴുക്കിനെതിരെ നീന്താൻ നമുക്ക് കഴിയണം, അന്തസ്സുള്ള മുസ്ലിങ്ങളാകണം. നമുക്ക് ചിലപ്പോൾ തീവ്രവാദ പട്ടമൊക്കെ കിട്ടിയേക്കാം, എന്തും വിളിക്കും, നിങ്ങളെ പലതും വിളിക്കും. ഒഴുക്കിനെതിരെ നീന്തണം. വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഒരു ജേർണലിസ്റ്റ് കൃത്യമായ കാര്യങ്ങളാൽ ചോദ്യം ചെയ്തപ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയ മനുഷ്യൻ ഇന്ന് രാവിലെ വന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറയാ അവൻ തീവ്രവാദിയാണ്, അങ്ങനെയൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിൽ എത്രമേൽ മോശമാണ് സംസാരം. മലപ്പുറം പോലെ മനോഹരമായ ഏത് ജില്ലയാണ് നമ്മുടെ കേരളത്തിലുള്ളത്? അത്രമേൽ ഐക്യമുള്ള, അത്രമേൽ പാരസ്പര്യത്തിന്റെ മനോഹാരിതയുടെ ഏറ്റവും വലിയ സുന്ദരമായ കാഴ്ചയുള്ള ആ മലപ്പുറം, അവിടെയല്ലേ മമ്പുറന്നങ്ങളും കോന്തുനായരും ജീവിച്ചത്? എത്രമേൽ വലിയ മനോഹരമായ മാതൃകയുള്ള നാടിനെ ഇത്രമേൽ വർഗീകരിക്കാൻ ഇവനെ പോലെയുള്ള വിഷജന്തുക്കൾക്കല്ലാതെ ആർക്കാണ് കഴിയുക? അപ്പൊ നിങ്ങൾക്കെതിരെ പല ആരോപണങ്ങളും വരും. അതങ്ങനെ അങ്ങോട്ട് പോട്ടെ, ഒഴുക്കിനൊപ്പം അങ്ങോട്ട് നീന്താനല്ല പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു വയസ്സാങ്കാലം നിങ്ങളെ പിടികൂടുന്നതിന് മുൻപ് ഇപ്പോ നിലനിൽക്കുന്ന ചെറുപ്പുണ്ടല്ലോ, ആ ചെറുപ്പത്തെ കൊണ്ട് ഒഴുക്കിനെതിരെ നീന്തണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അള്ളാന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്വാധീനമുള്ള, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അധികം അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം നേടിയെടുക്കാൻ, പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്ന നിമിഷമാണ് ഈ യുവത്വം എന്ന് പറയുന്നത്. നഷ്ടപ്പെടുത്തരുത് സയ്യിദുനാ റസൂലുള്ളാഹ്. രണ്ടാമത്തേത് വസ്വിഹത്തക ഖബ്ല സഖമിക്. എപ്പോഴാ മോനെ രോഗം വരുന്നതെന്ന് പറയാൻ പറ്റുമോ? സ്ട്രോക്ക് വരുന്നത്, അറ്റാക്ക് വരുന്നത്? ബൈ ദ ടൈം, സമയം സൂക്ഷിക്കണം. ഏത് നിമിഷത്തിൽ അറ്റാക്ക് വന്നാലും എന്ത് വന്നാലും അതെന്റെ റബ്ബിൻ്റെതാണ്, റബ്ബ് തരുന്നത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് വരണമെങ്കിൽ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കേണ്ട റബ്ബിന് വേണ്ടിയിട്ട്. എന്ത് ചെയ്തു? എൻ്റെ റബ്ബ് എനിക്ക് ഈ ആരോഗ്യം തന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, അയൽവക്കത്തുള്ളവൻ അറ്റാക്ക് വന്നാലും എനിക്ക് വരൂല, ഞാൻ ഭയങ്കര ഫിറ്റാണ്. എത്ര നല്ല മെസ്കുലർ ബോഡിയുള്ള ആളുകളൊക്കെ അറ്റാക്ക് വന്ന് വീണിട്ടുണ്ട്. റബ്ബാണ് നിയന്താവ്, ആ ബോധ്യം നമുക്ക് ഉണ്ടാകണം. ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ കഴിയണം. മൂന്നാമത്തേത് വഗിനാക ഖബ്ല ഫഖ്രിക്. എപ്പോഴാണ് ദാരിദ്ര്യം നിന്നെ പിടികൂടുന്നത് എന്ന് പറയാൻ പറ്റൂല. നീ സമ്പന്നനായിരിക്കെ അള്ളാഹുവിന് വേണ്ടി നിന്റെ സമ്പത്ത് ചിലവഴിക്കണം, അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കണം. ഏത് നിമിഷത്തിലാണ് നിന്റെ കച്ചവടങ്ങൾ മുഴുവൻ പൊളിഞ്ഞു പോകുന്നത് എന്ന് പറയാൻ പറ്റുമോ? എത്ര കാഴ്ചകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത്ര വലിയ അതിസമ്പന്നന്മാരൊക്കെ തകർന്ന് തരിപ്പണമായ കാഴ്ച. ഇതൊക്കെ ഉണ്ടായിട്ടും ഞാൻ തകരില്ല
കാരണം എന്താ? നീയാണ് നിന്റെ റബ്ബ് എന്ന് നീ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് മോനെ. അലസ്തു ബി റബ്ബിക്കും, ആത്മാക്കളുടെ ലോകത്ത് വെച്ച് നീ അള്ളാഹിനോട് സത്യം ചെയ്തത് നീ മറന്നുപോയിട്ടുണ്ട് മോനെ. നീയല്ല നിന്റെ റബ്ബ്, നിന്റെ നാഥനായ അള്ളാഹുവാണ് നിന്റെ റബ്ബ്. ആ തിരിച്ചറിവ് വന്നാൽ സമ്പത്ത് തരുന്നതും അല്ലാഹ്, എന്റെ സമ്പത്തല്ല, അള്ളാന്റെതാണ്. ഈ ദാരിദ്ര്യം ഞാൻ ഉണ്ടാക്കിയതല്ല, അള്ളാഹ് തന്നതാണ്. അള്ളാഹുവിലേക്ക് വിടാൻ, സമാധാനത്തോടെ ജീവിക്കാൻ, സമ്പന്നതയിലും ഇല്ലായ്മയിലും ഒരുപോലെ സമ്പന്നമായ ഹൃദയം കൊണ്ട് ജീവിക്കാൻ നിനക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം വരുന്നതിന് മുൻപ് നിന്റെ സമ്പത്ത് നീ അള്ളാഹുവിനെ ചിലവഴിക്കണം. നാലാമത്തേത്, നിനക്ക് ജോലി തിരക്കുകളൊക്കെ വരുന്നതിന് മുൻപുള്ള ഒഴിവ് സമയം നീ ചിലവഴിക്കണം. ഒഴിവ് സമയം, ഈ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, കുട്ടികൾക്ക് നമ്മൾ മാക്സിമം ഒരു ദിവസം എന്ന് പറയാൻ മാക്സിമം 1 hour സ്ക്രീൻ ടൈം കൊടുക്കാൻ പാടുള്ളൂ. അത് മൊബൈലാകട്ടെ, ടി വി ആകട്ടെ, വാട്ടെവർ. സ്ക്രീൻ ടൈമിൽ എന്തൊക്കെ പെടുമോ അതൊക്കെ കുട്ടികൾ, ചെറിയ കുട്ടികൾ മാക്സിമം 1 hour, അതിനപ്പുറം കൊടുക്കരുത്. കാരണം അവരുടെ ഇന്റലക്ച്വൽ ബ്രെയിൻ ഒക്കെ ചെറുതായിട്ട് ഇമോഷണൽ ബ്രെയിൻ വലുതാകും, പിന്നെ വാശിയുള്ളവരാകും, ദേഷ്യമുള്ളവരാകും, വളരെ മോശം സ്വഭാവത്തിലേക്ക് നമ്മുടെ കുട്ടികളെത്തും. മാക്സിമം 1 hour എന്നാണ് പറയുന്നത് സൈക്കോളജിസ്റ്റുകൾ. എന്നാൽ നമ്മളോ, കുട്ടികൾക്ക് ഈ നിയമമൊക്കെ നമ്മൾ പാലിക്കും. നമ്മുടെ സ്ക്രീൻ ടൈം എത്രയാ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സപ്പും മറ്റ് സ്ക്രോളിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന എത്ര സമയം? ഒരു ബെഡ് ഉണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ സോഫ ഉണ്ടെങ്കിൽ നമ്മൾ ആ കിടത്തം കിടന്നാൽ എത്ര നേരം നമ്മൾ കിടക്കും? ഒഴിവ് ദിവസമല്ലേ? ആ ഒഴിവ് ദിവസം മോനെ നിനക്ക് എന്തിനു തന്നതാ? അതിനർത്ഥം നീ ഇൻസ്റ്റഗ്രാമോ നോക്കണ്ട, ഫേസ്ബുക്ക് നോക്കണ്ട എന്നൊന്നുമല്ല. ആ നോക്കുന്ന സമയമൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാകട്ടെ, നല്ല കാര്യങ്ങൾ നോക്കിക്കോ. പക്ഷെ അതിൽ തന്നെ ഒഴിഞ്ഞു വെക്കാനുള്ളതല്ല നിന്റെ ജീവിതം. നിനക്ക് കിട്ടുന്ന ആ ഒഴിവ് സമയം അള്ളാഹുവിന് വേണ്ടിയാകണം. കാരണം പിന്നീട് നീ തിരക്കിലേക്ക് പോയി കഴിഞ്ഞ് സമയം കിട്ടിയില്ല എന്ന് പറയാൻ പറ്റൂല. മനസ്സിലാവുന്നുണ്ടോ? അതിൽ സൂക്ഷ്മത പാലിക്കണം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അഞ്ചാമത്തേത്, വഹയാചക ഖബ്ല മൗതിക്, മരണത്തിന് മുൻപുള്ള ഈ ജീവിതം അത് മനോഹരമാക്കണം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. കാരണം എന്താ? മരിക്കുന്ന വേളയിൽ ഒരു വിളി നിനക്ക് കേൾക്കാനുണ്ട്, ഒരാശംസ. ആ വിളി കേൾക്കണം. 2 തരം വിളികളാണ് അല്ലേ? ഒരാശംസയുണ്ട്, ആശംസയുടെ വിളിയാണ് നമുക്ക് കേൾക്കേണ്ടത്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്റെ പരിശുദ്ധാത്മാവേ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, പരിശുദ്ധനായ ആത്മാവേ. ഒരു മലക്ക് വിളിക്കുക, യാ അയ്യതുഹൻ നഫ്സു ത്വയ്യിബ, സുഗന്ധം പരത്തുന്ന പരിശുദ്ധനായ ആത്മാവേ. ഇർജിഇ ഇലാ റബ്ബിക്, നിന്റെ നാഥനിലേക്ക്. ആരെയെ വിളിക്കണത്? ആലമുൽ അർവാഹിൽ വെച്ച് നീയാണ് എന്റെ നാഥനെന്ന് സത്യസാക്ഷ്യം അള്ളാഹുവിന്റെ മുമ്പിൽ നടത്തിയ കരാറ് നടത്തിയിട്ട് ഇവിടെ വന്ന് റബ്ബിനെ തിരിച്ചറിഞ്ഞവൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ അല്ല വിളിക്കുന്നത്, ഇർജിഇ ഇലാ റബ്ബിക്, നിന്റെ നാഥനിലേക്ക് മടങ്ങിപ്പോരു മോനെ. നീ ഇവിടെ ജീവിച്ചത് അള്ളയല്ല എന്റെ നാഥൻ, സമ്പത്താണ് എന്റെ നാഥൻ, കുടുംബക്കാരാണ് എന്റെ നാഥൻ, സംഘടനയാണ് എന്റെ നാഥൻ. അർത്ഥം സംഘടനകളിലൊന്നും പ്രവർത്തിക്കണ്ടെന്നല്ലേ? എല്ലാം അള്ളാഹ്ക്ക് വേണ്ടിയാകണം, അള്ളാഹ്ക്ക് വേണ്ടി, റബ്ബിന് വേണ്ടി. റബ്ബിതൊന്നുമല്ല, റബ്ബ് എന്റെ നാഥനായ അള്ളാഹുവാണ്. ആ തിരിച്ചറിവിൽ ജീവിച്ച മനുഷ്യനെ സ്വാഗതം ചെയ്യാൻ ഇർജിഇ ഇലാ റബ്ബിക് റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ സച്ചരിതരായ അടിമകളിലേക്ക്. അടിമ എന്നുള്ളൊരു പ്രയോഗം പല യുക്തിവാദികളും പറയാറുണ്ട്. ഇതര മതസ്ഥർ പറയുന്നത് പോലെ, കർത്താവിന്റെ മക്കൾ എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ മക്കളെന്ന് നിങ്ങളെക്കുറിച്ച് പറഞ്ഞൂടെ? എന്തിനാണ് ഈ അടിമ എന്ന പ്രയോഗം? അള്ളാഹുവുമായി, അള്ളാഹിനെ തിരിച്ചറിഞ്ഞാൽ ഇത്രമേൽ അടിമ എന്ന് പറയുന്ന ഒരു വാക്കിനപ്പുറം പറയാൻ പറ്റിയൊരു വാക്കില്ല. എന്താണ് ആ അടിമ? അള്ളാഹുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞാൽ ആ സ്നേഹത്തിന്റെ അടിമയാണ് ഞാൻ. എന്റെ പ്രിയപ്പെട്ടവൾ എന്റെ പ്രണയത്തിന്റെ അടിമയാണ്. അവൾ എന്റെ പ്രണയത്തിന്റെ കുട്ടിയാണെന്നൊന്നും പറയാൻ പറ്റൂല. അതിനേക്കാളൊക്കെ ആപ്റ്റായി നിൽക്കുന്ന ഒരു വാർത്ത, ആ ഒരു വാക്ക് അടിമ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തിന്റെ അടിമയാണ് ഞാൻ. എന്റെ നാഥനായ റബ്ബ് 70 മാതാക്കളുടെ സ്നേഹമാണ് എന്റെ റബ്ബിന് എന്നോട് എന്നാണ്. അതിലേറെ സ്നേഹമാണെന്നാണ് എന്റെ റബ്ബിന് എന്നോട്. അങ്ങനെയുള്ള നാഥൻ ഞാൻ അറിയുന്നില്ല എന്റെ ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നത്. ഞാനിങ്ങനെ സ്റ്റെതസ്കോപ്പൊക്കെ വെച്ച് നോക്കണം എന്റെ ഹൃദയത്തിന്റെ ഇടിപ്പ് കേൾക്കണമെങ്കിൽ. ഞാൻ അറിയാതെ ഒരു മിനിറ്റിൽ 70 തവണ എന്റെ ഹൃദയത്തെ മിടിപ്പിക്കുന്ന അല്ലാഹ്. ഞാനറിയാതെ എന്റെ കണ്ണിങ്ങനെ ചിമ്മിപ്പിക്കുന്ന അല്ലാഹ്. ഞാനറിയാതെ എന്നെ ശ്വസിപ്പിക്കുന്ന അല്ലാഹ്. അത്രമേൽ ഓരോ നിമിഷാർത്ഥത്തിലും എന്നെ കെയർ ചെയ്യുന്ന ഒരു അല്ലാഹ്. ആ റബ്ബിന്റെ പ്രണയത്തിന്റെ അടിമയല്ല ഞാനെങ്കിൽ പിന്നെ എന്തിന്റെ അടിമയാണ് ഞാൻ? അത് തിരിച്ചറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അള്ളാന്റെ അടിമകളല്ല. ഇബ്രാഹിം ഒരു അദ്ദേഹം റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരുടെ അടിമയാണ്? മൂപ്പര് ബോധം കെട്ടി വീഴുക. നമുക്കിതൊക്കെ സിമ്പിൾ സില്ലി ക്വസ്റ്റ്യൻസ് ആണ്. അള്ളാന്റെ അടിമ.
ഒരു നബി അള്ളാഹുവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല വേർഡ് എന്താണെന്നറിയോ? ഇബാദി അബ്ദി, എന്റെ അടിമയെ. അള്ളാന്റെ പ്രണയത്തിന്റെ അടിമ. ആ അടിമത്തത്തെക്കാൾ മനോഹരമായി ഒന്നും ലോകത്തില്ല. അതുകൊണ്ട് തന്നെ അള്ളഹാനോടുള്ള പ്രണയം, അള്ളഹാനോടുള്ള സ്നേഹം തിരിച്ചറിയുന്നവർക്ക് ആ അടിമത്തത്തിന്റെ വാല്യൂ മനസ്സിലാവൂ. അത് മനസ്സിലാകാതെ യുക്തിവാദികൾ അത്തും വിത്തും പറയുന്നത് കേട്ട് അടിമ എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നവർ നമുക്ക് എന്ത് ദീനുള്ളത്? ആ തിരിച്ചറിവിൽ ജീവിച്ചാൽ അള്ളാഹുവിൽ നിന്നുള്ള ആശംസ കേട്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് ആലമുൽ ബർസഖിലേക്ക് യാത്രയാകാൻ പറ്റും. അതുകൊണ്ട് തന്നെ വൽ അസ്ർ, കാലം തന്നെ സത്യം. ഈ 2025 കഴിഞ്ഞുപോയി 2026 വന്നു. മരണത്തിലേക്ക് ഞാൻ ഒരു പടി കൂടെ അടുത്തു. ആലമുൽ ബർസഖിലേക്ക് യാത്രയാകേണ്ടവനാണ് ഞാൻ. എന്താണ് ഞാൻ അള്ളാഹുവിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? എന്റെ നാഥനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ ലോകത്തേക്ക് അള്ളാഹ് എന്നെ പറഞ്ഞയച്ചത്. എന്റെ നാഥനെ തിരിച്ചറിയാൻ ഞാൻ എന്ത് ചെയ്തു? സുബഹ് നിസ്കരിക്കുന്നുണ്ട്. ഇമാമികൾ പറയുന്നത് കാണാം, പ്രഭാതം പൊട്ടിവിടരുമ്പോഴാണ് സുബഹി, അല്ലേ? ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നീ പൊട്ടിവിടരുന്നത് പോലെ നിസ്കരിക്കണം സുബഹ്. പിന്നീട് സൂര്യൻ ഇങ്ങനെ ചൂട് പിടിച്ചു വരുമ്പോ നിന്റെ യൗവനകാലം പോലെ ചൂട് പിടിച്ചു വരികയാണ്. അതൊരു മധ്യാഹ്നത്തിലേക്ക് എത്തുമ്പോ നീ ആ ബോധ്യത്തിൽ ളുഹർ നിസ്കരിക്കണം. മധ്യാഹ്നം കഴിഞ്ഞ് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് നിന്നെ ഞെക്കിപ്പിഴിഞ്ഞെടുക്കുന്നത് പോലെയാണ് അസുർ നിസ്കാരം. എനിക്കിതുപോലെ ഞെക്കിപ്പിഴിഞ്ഞെടുക്കുന്ന ഒരവസ്ഥ വരും. ഞാനും വാർദ്ധക്യത്തിലേക്ക് എത്തും. അസുർ നിസ്കരിക്കണം. അവിടെ നിന്ന് പിന്നെ നീ യാത്ര ചെയ്തെത്തുന്നത് അസ്തമാനത്തിലേക്കാണ്. ഒരു ഇല്ലായ്മ നിനക്കുണ്ടാവും. അതാണ് മഗ്രിബ്. ആ ബോധ്യത്തിൽ നിന്ന് പിന്നെ ഇശായിലേക്ക് വരുമ്പോ അങ്ങനെ ഒരു സൂര്യൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുമാറ് ഇരുട്ട് വ്യാപിക്കുകയാണ്. നീ ഇവിടെ ഉണ്ടോ എന്ന് ചിന്തിപ്പിക്കുമാറ്, അല്ലെങ്കിൽ നീ എന്നൊരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചിന്തിപ്പിക്കുമാറ് അങ്ങനെ ഒരു കാലഘട്ടം വരാനുണ്ട്. മക്കള് പോലും വാപ്പാനെ മറന്നുപോകുന്ന ഒരു കാലം. മരിച്ചു കഴിഞ്ഞാൽ എത്ര മക്കള് വാപ്പാനെ ഓർക്കുന്നുണ്ട്? അങ്ങനെ ഒരു കാലം എനിക്കും വരാനുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഇശാ നിസ്കരിക്കണം. ഇവിടെ എന്തെങ്കിലുമൊക്കെ അവശേഷിപ്പിച്ചിട്ട് പോകണം. അള്ളാഹ് പറയുന്നില്ലേ, ഫമാ ബഖത്ത് അലൈഹി മുസ്സമാഉ വൽ അർദ്, ആകാശവും ഭൂമിയും കരയുന്ന ആളുകളായി മാറണം. നമ്മൾ ഇവിടുന്ന് വിട പറഞ്ഞ് ബർസഖിലേക്ക് പോകുമ്പോൾ നമ്മളെ ഓർക്കാൻ. മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി 1000 കൊല്ലത്തിലേറെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ. എന്തേ? ഇവിടെ അവശേഷിപ്പിച്ചിട്ട് പോയിട്ടുണ്ടവരൊക്കെ. സയ്യിദി ഖാജ മുഈനുദ്ദീൻ അൽ ചിസ്തി ഖദ്ദസല്ലാഹു സിറ, അവശേഷിപ്പിച്ചിട്ട് പോയവരാണ്. അവരൊക്കെ റബ്ബിനെ തിരിച്ചറിഞ്ഞ് ആ റബ്ബിന്റെ മനോഹരമായ നൂറ് ഇവിടെ അവശേഷിപ്പിച്ചിട്ട് പോയവരാണ്. അവരെ ഇന്നും ലോകം സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും അങ്ങനെ സ്മരിക്കപ്പെടണം. അള്ളാനെ അറിഞ്ഞതിന്റെ പേരിൽ. ഈ ജീവിതം നമുക്ക് അള്ളാഹ് തന്നത് അള്ളാനെ അറിയാനാണ്. അതിന് അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ.